ഏറ്റവും പരിശുദ്ധമായി വളരെയേറെ പവിത്രമായി പാവനമായി നാം കാണുന്ന പലതും സംശയങ്ങളുടെയും ദുരാരോപണങ്ങളുടെയും പരിഹാസങ്ങളുടെയും മുനകൊണ്ട് നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതിയും പൊരുത്തവും മാത്രം കാംക്ഷിച്ചുകൊണ്ട് സത്യവിശ്വാസിയായ ഒരാൾ സ്വന്തം ഉടമസ്ഥതയിലുള്ള സ്വത്ത് എന്നേക്കുമായി പടച്ച തമ്പുരാന് വിട്ടുകൊടുക്കുന്ന മഹത്തായ പ്രക്രിയയായിട്ടാണ് വളരെ ചെറുപ്പം മുതൽ നമ്മൾ വഖഫിനെ കണ്ടുവരുന്നത്. അതെവിടെ നിന്ന് ആരംഭിച്ചു, അതിന്റെ ലക്ഷ്യം എന്താണ്, അതിന്റെ മാർഗം ഏതാണ് എന്ന കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാണ്. Permanent dedication of a property by a person for a purpose that is recognized as pious, religious or charitable. ഏറ്റവും വലിയ ഒരു ലക്ഷ്യത്തോടുകൂടെ, ഏറ്റവും ഉന്നതമായ ഒരു ആഗ്രഹത്തോടുകൂടെ ഒരു സത്യവിശ്വാസി പടച്ച റബ്ബിനെ മാത്രം കണ്ടുകൊണ്ട് നൽകുന്ന ഒരു ദാനം, അതിനെ സംബന്ധിക്കുന്ന വാർത്തകൾ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്കറിയാം. അതിന്റെ ആധാരമായിട്ടുള്ള വിശുദ്ധമായ ഹദീസ് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ മാത ഇബ്നു ആദം ഇൻഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ്. ഒരു മനുഷ്യൻ മരിച്ചു പോകുന്നതോടുകൂടെ, അവന്റെ ശ്വാസം നിലച്ചു പോകുന്നതോടുകൂടെ, ഹൃദയത്തിന്റെ സ്പന്ദനങ്ങൾ അവസാനിക്കുന്നതോടുകൂടെ നന്മകളും അവസാനിക്കുകയാണ്, സുഹൃതങ്ങൾക്ക് അന്ത്യം കുറിക്കപ്പെടുകയാണ്. ഇല്ലാ മിൻ സലാസ്, 3 സുഹൃതങ്ങൾക്ക് മരണമില്ല. സ്വദഖത്തുൻ ജാരിയ വഇൽമുൻ യുൻതഫഉ ബിഹി വവലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. ഹബീബായ മുത്തുനബിയുടെ വാക്കുകൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 കാര്യങ്ങളും വളരെ പ്രധാനമാണ്. മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കൾ, സ്വാലിഹീങ്ങളാകുന്ന മക്കൾ, സുഹൃതവാന്മാരായ സന്താനങ്ങൾ, മൗത്തിന്റെ ശേഷം നിന്റെ മേലലിവോട് പ്രാർത്ഥിക്കലും അവരല്ലയോ റബ്ബോട്. മരണശേഷം അല്ലാഹുവേ, എന്നെ ഞാനാക്കിയ മാതാപിതാക്കൾക്ക്, എന്റെ ഉമ്മാക്ക്, എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്യാൻ സന്മനസ് കാണിക്കുന്ന മക്കൾ, അത് മരിച്ചാലും മുറിഞ്ഞു പോകാത്ത സുഹൃതമാണ്. ആ പട്ടികയിൽ എണ്ണിയ രണ്ടാമത്തെ ഒന്ന് ഇൽമുൻ യുൻതഫഉ ബിഹി, പ്രയോജനപ്രദമായ അറിവുകളാണ്, നാഫിആയ ഇൽമ്. ഒരു സത്യവിശ്വാസി എപ്പോഴും അല്ലാഹുവിനോട് ഏറെ ആഗ്രഹത്തോടുകൂടെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, അല്ലാഹുവേ എനിക്ക് ഉപകാരപ്രദമായ നാഫിയായ ഇൽമു നൽകണേ. കൊണ്ടുപോകില്ല ചോരന്മാർ, മരിച്ചാലും നന്മയേകും. വിദ്യയെക്കുറിച്ച്, വിജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞ ഏറ്റവും വലിയ മേന്മ തന്നെ അതാണ്. മരിച്ചാലും മുറിഞ്ഞു പോകാത്ത സുഹൃതമാണ് പ്രയോജനപ്രദമായ ഇൽമ്. ആ പട്ടികയിൽ ഏറ്റവും ആദ്യമായി എണ്ണിയത് ഇന്ന് ഒരുപാട് സംശയങ്ങളുടെ മുകളിൽ നിൽക്കുന്ന സ്വദഖത്തുൻ ജാരിയ, അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് എന്നേക്കുമായി അവന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടുന്ന സ്വത്താണ് ജാരിയായ സ്വദഖ. വഖഫ് എന്നാണ് മഹാന്മാർ അതിനെ വിശദീകരിച്ചിട്ടുള്ളത്. എവിടെ നിന്നാണ് വഖഫ് ആരംഭിക്കുന്നത്, എങ്ങനെയാണ് അതിന്റെ രീതികൾ, അതിന്റെ മാർഗങ്ങൾ? സ്വഹീഹ് ബുഖാരിയിൽ കാണാം,
ഹബീബായ മുത്തുനബിയുടെ മുന്നിൽ വന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഒരു വാക്കുണ്ട്, ഇന്നി അസബതു അർളം ബി ഖൈബർ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ നബിയേ, ഖൈബറിൽ എനിക്കൊരു ഭൂമി കിട്ടി, ഖൈബറിൽ എനിക്കൊരു വസ്തു സ്വന്തമായിട്ടുണ്ട്. എന്താണ് ആ വസ്തുവിന്റെ പ്രത്യേകത? ലം ഉസിബ് മാലൻ ഖത്തു അൻഫസ ഇൻദീ മിൻ. എനിക്ക് ഒരുപാട് വസ്തുക്കൾ, ഒരുപാട് ഭൂമി പലയിടങ്ങളിലും പല സന്ദർഭങ്ങളിലും സ്വന്തമാക്കാൻ സാധിച്ചുവെങ്കിലും അല്ലാഹുവിന്റെ റസൂലേ, ഇതുപോലെ കണ്ണായ ഒരു ഭൂമി എനിക്ക് ഇന്നേ വരെ ലഭ്യമായിട്ടില്ല. ഇത്രമേൽ പ്രിയങ്കരമായ ഒരു ഭൂമി, അതുപോലെ അമൂല്യമായ ഒരു വസ്തു, അത് ഞാൻ അല്ലാഹുവിന് വേണ്ടി സമർപ്പണം ചെയ്ത് നാളെ എന്റെ പരലോകം സുരക്ഷിതമാക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു നബിയേ. ഞാൻ എന്തു ചെയ്യണമെന്ന് അവിടെ നിന്ന് അന്വേഷിച്ചു കൊണ്ടെത്തുകയാണ്. ആ പറഞ്ഞ വാചകത്തിലെ ഓരോ വാക്കും എത്ര പ്രധാനമാണ്. അല്ലാഹുവിന്റെ റസൂലേ, എനിക്കൊരുപാട് വസ്തുക്കൾ ലഭിച്ചു, പക്ഷേ ആ വസ്തുക്കളിൽ ഏറ്റവും പ്രിയപ്പെട്ടത്, ഏറ്റവും അമൂല്യമായത്, വിലമതിക്കാനാവാത്തത് എന്റെ പരലോക രക്ഷ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പടച്ച തമ്പുരാന് സമർപ്പണം ചെയ്യാൻ മോഹിക്കുകയാണ്. എന്തു വേണം നബിയേ? വഖഫിനെ പറ്റിയുള്ള 100 ദുരാരോപണങ്ങൾ ഉയരുന്ന കാലത്ത് ഈ വാക്കിന് വലിയ പ്രസക്തിയുണ്ട്. അത് ആംഗലേയ ഭാഷയിലെ ചില സഹോദരന്മാർ പറഞ്ഞല്ലോ ഈ അടുത്ത്, ആംഗലേയ ഭാഷയിലെ 4 അക്ഷരങ്ങൾ ചേർന്ന ഒരു കിരാതത്തിന്റെ പേരാകുന്നു വഖഫ് എന്ന് ചില ആളുകളൊക്കെ ഇവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. അതല്ല വഖഫ്. നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ വാക്കിലെല്ലാം ഉണ്ട്. ഞാൻ അല്ലാഹുവിന് വേണ്ടി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് സമ്മാനിക്കുമ്പോൾ എന്ത് ചെയ്യണം? അപ്പോഴാണ് വഖഫ് ചെയ്യാനായി പുണ്യനബിയുടെ കൽപ്പന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെന്ന് പറഞ്ഞു, അങ്ങനെ ആവട്ടെ. അങ്ങനെ ഉമർ റളിയല്ലാഹു തആല അൻഹുവാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായിട്ട് ആ സുഹൃതത്തിന് തുടക്കം കുറിക്കുന്നത്, ആ സ്വാലിഹായ അമലിന് നാന്ദി കുറിക്കുന്നത് എന്ന് സ്വഹീഹ് ബുഖാരിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇന്ന് അതുപോലും തെറ്റിദ്ധരിക്കപ്പെട്ടു. മദ്രസകൾ